ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്താണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്? അപ്പോൾ നോക്കാം എന്താണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്. പോസിറ്റീവായിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം. തമ്പനയിൽ ശ്രദ്ധിക്കുക. തമ്പനയില്ലാത്ത നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസം കൊണ്ട് അടുപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. പക്ഷേ അന്നത്തെ ആ നെഗറ്റീവ് റീഡിങ് ഒത്തിരി പേർക്ക് റെസണേറ്റ് ആയെന്ന് ഇന്നലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീഡിങ് കറക്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലായി. പക്ഷേ അത് രാവിലെ വന്നിട്ട് ഇങ്ങനെ പറയാനുള്ളൊരു വൈഷമ്യം കൊണ്ടാണ് ഞാൻ തമ്പനയിൽ അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് റീഡ് ചെയ്യാം. അത് ജനറൽ റീഡിംഗ് ആണ്, കേട്ടാൽ മാത്രം മതി. നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യരുത്. നല്ലത് മാത്രം ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, ബാക്കിയൊന്നും എനിക്കുള്ളതല്ല എന്ന വിചാരത്തിലാണ് നിങ്ങൾ ഇത് കേൾക്കേണ്ടത്. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവത്തില്ല കേട്ടോ. അപ്പോൾ നല്ലത് മാത്രം അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായ ഒരു കാര്യം ഈ ചെവി കൂടെ കയറുക, മറ്റു ചെവി കൂടെ ഇറക്കി വിടുക കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഒരു ഫെയർ ജസ്റ്റിസ് എന്ന് നടപ്പിലാവും, അതായത് നമുക്ക് നീതി കിട്ടും എന്നുള്ളതാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത്. നമ്മുടെ ആരോഗ്യം ഇന്നൊരു കുഴപ്പമില്ലാത്ത അവസ്ഥയിലായിരിക്കും. ഒരു സന്തുലിതാവസ്ഥയിലായിരിക്കും. ഓക്കെ, അതാണ് ജസ്റ്റിസ്. അതുപോലെ ഇന്നൊരു കാർമിക്കായിട്ടുള്ളൊരു കാര്യം. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ കർമ്മ തിരിച്ചടിക്കുക, അല്ലെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ഇന്ന് നിങ്ങളിലേക്ക് തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കിട്ടും. ചീത്ത കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ചീത്ത അനുഭവിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു കർമ്മ അനുഭവിക്കുന്ന ദിവസമാണ് ഇന്നെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾ, പോസിറ്റീവായിട്ട് നല്ലതായിട്ട് ഇരിക്കുന്ന ആൾക്കാർ, പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇന്ന് മുതലെങ്കിലും നമ്മൾ വിചാരിക്കണം, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ഇന്നലെ വരെ എന്തോ ആയിക്കോട്ടെ, ഈ നിമിഷം മുതൽ നമുക്ക് നന്നാവാമല്ലോ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഏറ്റവും നല്ലതായിട്ട് ചിന്തിക്കും, അതുപോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കുക. ഞാൻ കാരണം മറ്റൊരാൾക്കൊരു മോശം വിഷമം വരുമോ, അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല എന്നൊരു ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാനത് ചെയ്യുന്ന ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ പോലും നമുക്കതിനെ കുറേ വേണ്ടെന്ന് വെക്കാനായിട്ട് പറ്റും. ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾക്ക് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട, അവിടെ കൊണ്ട് കഴിഞ്ഞില്ലേ. പറയാൻ വന്ന പല വാക്കുകളും നമ്മൾ വിഴുങ്ങത്തില്ലേ. അതുപോലെ വേണമെങ്കിൽ മാത്രം കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ളൊരു കാർമിക് സിറ്റുവേഷന് ചെയ്ത് പ്രവർത്തിയുടെ ഫലം അനുഭവിക്കുന്ന ദിവസമാണ് ജസ്റ്റിസ്. അതൊരു നീതി നടപ്പിലാവുന്നു എന്നുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ ജസ്റ്റിസ്. ദെൻ ഇത് ഈ കോടതി കേസ് വിധികളൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിലേ അവർക്ക് നീതി ലഭിക്കുന്നു എന്നുള്ളൊരു കാർഡാണ് കേട്ടോ. ഇനി നിങ്ങൾ തെറ്റ് ചെയ്യാതെ നിങ്ങൾ എന്തെങ്കിലും ഫലം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റവിമുക്തരാവുക, മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങൾ ആദരിക്കപ്പെടുക, ഇതൊക്കെയുള്ളൊരു കാർഡാണ് ഈ ജസ്റ്റിസ് എന്ന് പറഞ്ഞ കാർഡ് കേട്ടോ. സെക്കൻഡ് കാർഡ് 4 ഓഫ് വാണ്ട്സ് ആണ്. ഇതൊരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഒരു ഗ്യാതറിംഗ് ആവാം, കല്യാണ നിശ്ചയമാകാം, കല്യാണമാകാം, അതിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ്. അതിനേക്കാൾ കൂടുതൽ ഇത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണിത്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു വാണ്ടെന്ന് പറഞ്ഞാൽ പാഷനെ ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ 4ാമത്തെ ഘട്ടത്തിലെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനമോ ഒരു സന്തോഷമോ ഒരു അപ്രീസിയേഷനോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് 4 ഓഫ് വാണ്ട്. ദെൻ ഒരു കല്യാണ നിശ്ചയം പോലുള്ള ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഹോം കമ്മിങ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോകാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. വീടുമായി ചേർന്ന് നിൽക്കാനും വീട്ടിലെ സന്തോഷത്തിൽ പങ്കുചേരാനും സാധിക്കുന്ന ഒരു എനർജിയാണ് 4 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മളെപ്പോഴും പറയുന്ന പോലെ സോൾമേറ്റ്സിൻ്റെ യൂണിയനാണ്. സോൾമേറ്റ് യൂണിയൻ, അതായത് ഒരു സോൾമേറ്റിൻ്റെ കാർഡാണ്, റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ ഇതൊരു ട്വിൻ ഫ്ലെയിമിൻ്റെയും റീയൂണിയൻ കാർഡാണ് കേട്ടോ. അപ്പോൾ സോൾമേറ്റ്സും ട്വിൻ ഫ്ലെയിംസ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ റീയൂണിയൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്കൊരു ഫെയിം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് 4 ഓഫ് വാണ്ട് പറയുന്നത്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഈ 4 ഓഫ് വാണ്ട് പറയുന്നത് കേട്ടോ. കിങ് ഓഫ് സ്വോർഡ്സ് എന്ന് പറഞ്ഞാൽ, സ്വോർഡ് എന്ന് പറഞ്ഞാൽ ചിന്തയുടെയും ബുദ്ധിയുടെയും ക്ലാരിറ്റിയുടെയും ഒക്കെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് നല്ല ക്ലാരിറ്റി, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കുക, ആരുടെയും പക്ഷം പിടിക്കാതെ സംസാരിക്കുക, ഇമോഷണലായിട്ട് ഒരാളുടെയും പക്ഷം പിടിക്കാതിരിക്കുക, കൃത്യമായി
തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുക. ഇമോഷണലി ഇന്ന് ചിന്തിക്കാൻ പാടില്ല. ഈ രാജാവ് നോക്കുന്ന നേരെ സ്ട്രെയിറ്റ് ആണ്, നേരെ വാ നേരെ പോ, വെട്ടെന്ന് മുറിരണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കണം ഇന്നത്തെ ദിവസം. പെട്ടെന്ന് മുറിരണ്ടല്ല, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു മുറി നമുക്ക് വേണ്ട. നമ്മൾ ചെയ്യേണ്ടത് ഇമോഷണലി നമ്മൾ ആർക്കും പക്ഷം ചേരാൻ പാടില്ല. നമ്മളിപ്പം ഭീഷ്മപിതാമഹരെ അമ്പ ചെയ്യുന്ന സമയത്ത് അർജുനൻ ആകെ വിഷമിച്ച് നിൽക്കുമ്പം കൃഷ്ണൻ പറയത്തില്ലേ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. അപ്പോൾ നീ പോകുന്ന വഴി നീ നോക്കണ്ട, നീ എന്തിലേക്ക് പോകുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് പറയാം. എന്തുകൊണ്ടാണ്? നീ ഇമോഷണലി അദ്ദേഹത്തെ നോക്കിയാൽ നിൻ്റെ പിതാമഹനാണ്, അപ്പോൾ നിനക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിനക്ക് ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്ന് മാത്രം നീ നോക്കുക. അതുകൊണ്ട് പക്ഷം ചേരരുത്. അതുപോലെ ഇമോഷണലി ഇന്ന് ചിന്തിക്കാൻ പാടില്ല. ഇന്ന് നീ നിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ക്ലാരിറ്റി എടുക്കേണ്ട ദിവസമാണ്, ബുദ്ധി ഉപയോഗിച്ച് ഇന്ന് തീരുമാനം എടുക്കേണ്ട ദിവസമാണ്. അങ്ങനെയാണ് ഇത് കാണുന്നത് കേട്ടോ. നേരെ വാ നേരെ പോവാണ്. ഒരു വളഞ്ഞു കിട്ടിയ വഴിയില്ല, ഇന്ന് കറക്റ്റാണ്. ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കേണ്ട ദിവസമാണ്. ഇതൊരു ഗ്രാൻഡ് ഫാദർ ഫിഗറാണ്. ഇപ്പോൾ നിങ്ങൾ അപ്പൂപ്പൻ അച്ഛൻ്റെ അച്ഛനാവാം, അമ്മയുടെ അച്ഛനാവാം, അങ്ങനെയുള്ള ആരെക്കുറിച്ചെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കേൾക്കുകയോ അങ്ങനെയുള്ള ആളുകളെ കാണുകയോ അവരുമായിട്ടൊരു സമ്പർക്കത്തിൽ വരികയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു ഈഗോ വർക്ക് ചെയ്യുന്ന ദിവസവും കൂടെയാണ്. ചിലപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഈഗോ ഹേർട്ടാവാം, നിങ്ങൾ കാരണം മറ്റുള്ളവർക്കും ഈഗോ ഹേർട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളായിട്ടൊരു പ്രശ്നത്തിന് പോകരുത്. അങ്ങനെ പോയാൽ വഴക്കുണ്ടാവും. ഇത് കിങ് ഓഫ് സോഡ് വഴക്കിൻ്റെയും കൂടെ കാർഡാണ്. അപ്പോൾ വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദേഷ്യം വരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇങ്ങനെ കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഭരിക്കാനുള്ള ആളുകൾ, നിങ്ങളെ ഭരിക്കുന്ന ആളുകൾ നിങ്ങളെ ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പവർ കാണിക്കും. അപ്പോൾ അവർ പവർ കാണിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ മാത്രം നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. നൈൻ ഓഫ് സോഡ് എന്ന് വെച്ചാൽ കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുക എന്നുള്ളതാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, ആവശ്യമില്ലാത്ത കാര്യമാണ്, ഒരു കാര്യവും ഇല്ല, ആലോചിച്ചാൽ ഒരു കുന്തവും ഇല്ല, ആലോചിച്ചാൽ ഒരു അന്തവും ഇല്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല. ഇങ്ങനെ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് രാത്രി അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്നു ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്നു, ഒരു ഉറക്കവും ഇല്ല, സമാധാനവും ഇല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതേ മൂഡ് സ്വിങ്സിലിരിക്കുന്ന ഒരു എനർജിയാണിത്. ജലദോഷമോ വയറുവേദനയോ പല്ലുവേദനയോ ചെവിവേദനയോ അങ്ങനെയുള്ള പെയിനുകൾ വരിക, പിന്നെ പനി പോലെയൊക്കെ വരിക, ഡയേറിയ വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ശാരീരിക സുഖമില്ലാത്തത് കൊണ്ടും ആകാം രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന കുറച്ച് ആളുകൾ. പിന്നെ മാനസികമായ സമ്മർദ്ദം കൊണ്ട് ഇന്ന് ദിവസം നിങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെന്താകുമെന്ന് ഓർത്തിട്ട് ഇന്നലെ ടെൻഷൻ അടിച്ചിട്ട് ഉറങ്ങാത്ത ആളുകൾ, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറേ ആളുകളെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന കുറേ ആളുകൾ, അവരെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ പോയല്ലോ, അവരെന്തിനു പോയി എന്നുള്ള ചിന്തയിൽ ആദ്യം കൊണ്ടിരിക്കുന്ന ആളുകൾ. അതുപോലെ ഗർഭാവസ്ഥയിലുള്ള അമ്മമാർ, എന്തെങ്കിലും ഒരു ചെറിയ കോംപ്ലിക്കേഷൻ കണ്ടാൽ അതിനെ ഓർത്ത് ആകുലപ്പെട്ടിരിക്കുന്ന അമ്മമാർ. അപ്പോൾ അവരുടെയൊക്കെ ഒരു എനർജിയാണ് ഈ നൈൻ ഓഫ് സോഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാനസികമായ സമ്മർദ്ദമുണ്ട്, അതുപോലെ കടുത്ത ടെൻഷനുണ്ട്. അത്തരത്തിൽ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന ആളുകളാവാം, വയ്യാത്തത് കൊണ്ടാവാം രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന ആളുകൾ, അവരെ ഇന്ന് പകലും എന്തായിരിക്കും അങ്ങനെയുള്ളൊരു ടെൻഷനിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യണ്ട, ഇങ്ങനെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുക. ആ പ്രശ്നങ്ങൾക്ക് അകത്ത് നിൽക്കാതെ നിന്ന് പുറത്തിറങ്ങി നിന്ന് ഒരു ഔട്ട്സൈഡറായിട്ട് എന്നെ നോക്കിക്കണ്ടൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് മാനസികമായിട്ട് സമ്മർദ്ദപ്പെടാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ച് സമ്മർദ്ദം എടുത്ത് തലയിൽ വെക്കാതെ നമുക്ക് തട്ടുകേടില്ലാത്ത രീതിയിൽ നമ്മളതിനെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കാർഡ് ലവേഴ്സ് ആണ്. അപ്പോൾ ലവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വീണ്ടും സോൾമേറ്റ് ആണ്, സോൾമേറ്റ് എൻട്രി ഉണ്ട്. നിങ്ങളുടെ ഒരു സോൾമേറ്റ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പഴയ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു സോൾമേറ്റ് എൻട്രി നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട്. ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് പോയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നായിട്ടും, അതല്ല പുതിയ സോൾമേറ്റുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിട്ടും കാണുന്നുണ്ട്. കുറച്ച് ആളുകളായിട്ട് നിങ്ങൾ നേരിട്ട് കാണുക, റീയൂണിയൻ ഉണ്ടാവുക. ഇതും റീയൂണിയൻ്റെ കാർഡാണ്, ഇത് റീയൂണിയൻ്റെ കാർഡാണ്, രണ്ട് സോൾമേറ്റിൻ്റെയും കാർഡാണ്. അപ്പോൾ ഇത്തരത്തിൽ സോൾമേറ്റ്സ് ആയിട്ടുള്ളവരും ട്വിൻ ഫ്ലെയിംസ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു റീയൂണിയൻ കാണുന്നുണ്ട് കേട്ടോ. ഇനി ലവേഴ്സ് ആയിരുന്നിട്ട് സെപ്പറേഷനായി പോയിട്ടുള്ള ആളുകൾക്കും റീയൂണിയൻ ഉള്ളൊരു ദിവസമാണ്. ഇന്ന് പരസ്പരം സ്നേഹിക്കുകയും എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്ന ദിവസമാണ്. പിന്നെ വളരെ ഒരു ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ടെംപ്റ്റേഷൻ്റെ ദിവസവും കൂടിയാണ്. അതായത് നമുക്ക് പലതും ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ വരും. അത് എന്തും ആകാം കേട്ടോ. നമുക്ക് ഫുഡിനോടായിരിക്കും ടെംപ്റ്റേഷൻ, അല്ലെങ്കിൽ കള്ളം പറയാനായിരിക്കും ടെംപ്റ്റേഷൻ,
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശരീരമായി ബന്ധപ്പെട്ടുള്ള ടെംപ്റ്റേഷൻ ആവാം, എന്തോ ആകും കേട്ടോ. ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ കാർഡാണ് ലവേഴ്സ്. അപ്പോൾ അത്തരത്തിലുള്ള ടെംപ്റ്റേഷൻസ് വരാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ്. അതുപോലെ മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആദോ ഈവോ ആണെങ്കിൽ ആദത്തിനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആപ്പിൾ തീറ്റിക്കുന്നത് ഈ ഹവ്വയാണ്. അപ്പോൾ പ്രലോഭിപ്പിച്ചത് ആരാണ്? ഹവ്വയാണ്. തിന്നത് ആരാണ്? ആദമാണ്. കിട്ടിയപ്പോൾ ആർക്ക് കിട്ടി? രണ്ടുപേർക്കും കിട്ടി. അപ്പോൾ അത്തരത്തിലാണ്. അപ്പോൾ മറ്റുള്ളവർ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കും, നമ്മൾ ആ വഴി പോകരുതെന്നുള്ളതാണ് നമുക്കുള്ള അഡ്വൈസ്. അപ്പോൾ ഇന്ന് അത്തരത്തിൽ പ്രലോഭനത്തിൽ പെടാനുള്ള സാധ്യതയുണ്ട്. ആരും ആ വഴി പോകരുത്. അപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവർ പ്രലോഭനങ്ങളിൽ പെട്ടാതെ സൂക്ഷിക്കുക കേട്ടോ. പിന്നെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇത്. നമ്മുടെ കയ്യിൽ പണം വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, ഈ പണം ഞാൻ അവിടെ ഇട്ടിട്ട് അതെടുത്ത് ഇവിടെ ഇട്ടിട്ട് ഇവിടെ നിന്നെടുത്ത് അവിടെ ഇട്ടിട്ട്, അങ്ങനെ നമ്മൾ ആലോചിക്കത്തില്ലേ? അതായത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് കരുതാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ വെച്ചിട്ട് ആ പൈസയെക്കുറിച്ച് ആലോചിക്കത്തില്ലേ? അതാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. അതായത് പരമ്പരാഗത സ്വത്തിനെ സംരക്ഷിക്കുന്ന വനിത, അല്ലെങ്കിൽ ഒരു ഏർണിംഗ് മെമ്പറായിട്ടുള്ളൊരു സ്ത്രീ. അവർക്ക് ശമ്പളം കിട്ടുമ്പോൾ അവർ എന്ത് ചെയ്യണം, അതെങ്ങനെ അസറ്റ് ആക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഏർണിംഗ് ഉണ്ടാക്കാം, അതിനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ ആലോചിക്കുന്ന ഒരു ലേഡിയാണ് ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾ. അതുപോലെ ഇവർ പണം കിട്ടുമ്പോൾ കൂടുതൽ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കൂടുതൽ പണം നിങ്ങൾക്ക് ആവശ്യമുണ്ട്, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിരിക്കും. ഇത് പണത്തിനെ നോക്കിയിട്ട് മൂഡ് സ്വിങ്സോട് കൂടി ഇരിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ പണം കിട്ടി, പക്ഷെ അത് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു കൺഫ്യൂഷൻ ആവാം. പണം കിട്ടി, അത് പോരാ, ഇനി ബാക്കിക്ക് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നതാവാം. അല്ലെങ്കിൽ പണം കിട്ടി, ഇത് പോകാതെ എങ്ങനെ വെക്കാമെന്ന് ആലോചിക്കുന്നതാവാം. അപ്പം പണത്തിനെ കാര്യമായി പ്രിസർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ലേഡി എനർജിയാണിത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി ആയിരിക്കും ഇന്ന്. ഈ പണം നഷ്ടപ്പെടാതെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് വിചാരിക്കുന്ന, പിശുക്കാൻ ശ്രമിക്കുന്ന ഒക്കെ ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. മൂഡ് സ്വിങ്സിൻ്റെ പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഈ പറഞ്ഞ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. പണത്തിന് വെയിറ്റ് ചെയ്യുന്ന എനർജി തന്നെയാണ് മോസ്റ്റ്ലി. പണമാകാം, ഒരു വ്യക്തിയാകാം. ഒരു വ്യക്തിയെ ആയാലും ചിലപ്പോൾ മിസ് ചെയ്യുന്നതും, അയാളെ ആലോചിക്കുന്നതും, അയാളെക്കുറിച്ച് വെയിറ്റ് ചെയ്യുന്നതും, ചിലപ്പോൾ അയാളെ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്നതും ഒക്കെ ആകാം. അല്ലെങ്കിൽ ആരെയോ ഓർത്ത് അവരുടെ ഓർമ്മകളിൽ ഇങ്ങനെ ഇരിക്കുന്നതാകാം. ദെൻ 2 ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആരെയോ പരതുകയാണ്. ചിലപ്പോൾ അവരുടെ ഫോട്ടോസ് എടുത്ത് നോക്കുന്നതായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ തിരയുന്നതായിരിക്കാം. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആരുടെയെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്ന ആരുടെയെങ്കിലുമൊക്കെ ഫോട്ടോ കാണുമ്പോൾ ആ ഫോട്ടോയും നോക്കിയിരിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫോട്ടോസ് പരതുക. ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഈ ആളുണ്ടോ എന്ന് തേടുക. നമുക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോയിട്ട് സെർച്ച് ചെയ്തെടുക്കുക. ഫ്ലിപ്കാർട്ട്, മീഷോ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആമസോൺ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണോ നിങ്ങൾ സെർച്ച് ചെയ്യുക. അതുപോലെ ബൊട്ടീക്കുകളുണ്ടല്ലോ, ഓൺലൈൻ ബൊട്ടിക്സ് ഇല്ലേ. അപ്പോൾ ബൊട്ടിക്സിൽ പോയിട്ട് ഡ്രസ്സ് ഇങ്ങനെ എടുക്കുക, കാർട്ടിലിടുക. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുവാണ്. സോഷ്യൽ മീഡിയയിൽ അധികം സമയം സ്പെൻഡ് ചെയ്ത് വെറുതെ ഇങ്ങനെ റാൻഡം ചെക്ക് ചെയ്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഈ 2 ഓഫ് വാണ്ട്. മറ്റൊരു കാര്യം, നിങ്ങളൊരു കാര്യം മനസ്സിൽ പുതിയൊരാശയം നിങ്ങളുടെ മനസ്സിൽ വന്നു, നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അതിലൊരു തീരുമാനം എടുക്കുന്നു എന്നാണ്. വേണോ വേണ്ടയോ എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു, തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. അതിൻ്റെ നെല്ലും പതിരും തിരിയുക, ആശയം മറ്റുള്ളവരോട് അവതരിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്നാൽ ഇത് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ടാവും. ഇപ്പോൾ ഒരു കാര്യം പഠിക്കാൻ പോകണമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അയ്യോ അതിന് പൈസ എവിടെ നിന്നാ, സമയം എവിടെ നിന്നാ, അങ്ങനെ കുറേ കൺഫ്യൂഷൻ കാണും. അപ്പോൾ നിങ്ങൾ പലതരം ആലോചനകളിൽ കൂടെ പോയിട്ട് അവസാനം എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാനിന്ന് ഇത് പഠിക്കാൻ ചേരും എന്ന് തീരുമാനിക്കുമല്ലോ. അത്തരത്തിലൊരു തീരുമാനം ഫൈനലൈസ് ചെയ്യുന്ന ദിവസമായിട്ടാണ് 2 ഓഫ് വാണ്ട് പറയുന്നത് കേട്ടോ. കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ ആരും കുത്തിപ്പിടിച്ചിരിക്കണ്ട, അവനവൻ്റെ കാര്യം നോക്കി പോയിക്കൊണ്ട്. നെഗറ്റീവ് എനർജിയാണ് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ചാരിയറ്റാണ് ഇത്. ചലനമില്ലാതിരുന്ന ഇടങ്ങളിൽ ഒരു ചലനം ഉണ്ടാവുന്നു എന്നാണ്. നിങ്ങൾ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ വിൽ പവർ കൊണ്ട് മാത്രം മുന്നോട്ട് വരിക. നിങ്ങൾക്ക് നല്ലത് വരുത്തേണ്ടതായതുകൊണ്ട് മാത്രം അവിടെ ഒരു ചലനം ഉണ്ടാവുക. ചിലപ്പോൾ ഒരു വസ്തു കച്ചവടം നിന്നുപോയ കച്ചവടമായിരിക്കും, അത് നിങ്ങളിലേക്ക് വരുന്നതാവാം. നിങ്ങൾ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നത് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാവാം. നിങ്ങൾ വിൽക്കാനിട്ട വസ്തു വന്ന് കണ്ടിട്ട് പോയ ആളുകൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ട് വീണ്ടും അവർ തന്നെയോ അല്ലെങ്കിൽ മറ്റാളുകളോ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഉപേക്ഷിച്ച എന്തെങ്കിലും ഒരു പഠിത്ത കാര്യമോ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുന്ന കാര്യമോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ളൊരു സമയമായി. അതുകൊണ്ട് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ചാരിയറ്റ്. ഇതൊരു യാത്രയുടെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങളൊരു യാത്ര പോകാൻ തീരുമാനിക്കുന്നതും ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടക്കുന്നതും അത് പോകാമെന്ന് ഉറപ്പ് തീരുമാനിക്കുന്നതും ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു മനോബലം കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്ന ഒരു എനർജിയും കറേജ്, ഭയങ്കരമായ ധൈര്യം പ്രകടിപ്പിക്കുന്ന ഒരു ദിവസവും ഒക്കെയാണ് കേട്ടോ. യാത്രയുണ്ടെന്നുള്ളത് കാണുന്നുണ്ട്. യാത്ര വളരെ ഹാപ്പി ആയിട്ടൊക്കെ പോയിട്ട് വരാൻ പറ്റും. കാരണം നിങ്ങൾക്ക് പോകുന്ന കാര്യം ഇന്ന ദിവസം സാധിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ.
ഫോർ ഓഫ് കപ്സ് ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളത് വർക്കാക്കി കാണും. നിങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നത്തില്ലേ, ഇത് വേണ്ടായിരുന്നു, ഇങ്ങനെ അല്ലായിരുന്നു, മറ്റതെടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, അങ്ങനായിരുന്നു ചെയ്യേണ്ടത് എന്ന് നമുക്ക് മടുപ്പ് തോന്നത്തില്ലേ? ചില കാര്യങ്ങൾ കുറേ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനോടൊരു ഒരു ഇഷ്ടമില്ലായ്മ തോന്നത്തില്ലേ, അല്ലെങ്കിൽ വേണ്ട എന്ന് തോന്നത്തില്ലേ? ആ ഒരു എനർജിയാണ്. അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയി, എന്നിട്ട് പുതിയ നമുക്കൊരു പഴയ ഒരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി നമുക്ക് ആ ജോലി നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം നമ്മൾ പുതിയ ജോലികൾ കിട്ടുമ്പോൾ നമുക്ക് മറ്റത് തന്നെ മതിയായിരുന്നു, അതായിരുന്നു സൂപ്പർ, അത് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ച് പുതിയതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ? ആ എനർജിയാണ് ഈ ഫോർ ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതായത് നിരാശയിലിരിക്കുക, റിഗ്രറ്റ്ഫുൾ ആയിട്ടിരിക്കുക, മടുക്കുക, ഫെഡപ്പ് ആവുക എന്നൊക്കെയാണ്. അതുപോലെ ഇന്ന് നിങ്ങൾ ആരുടെയെങ്കിലും ഇടയിലേക്ക് പോകുന്നുണ്ടല്ലോ, അതായത് ആളുകൾക്കിടയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എനർജി സംരക്ഷിച്ചുകൊണ്ട് വേണം പോകാൻ. ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കുള്ളിൽ ഉള്ള ഒരു ശക്തിയെ പുറത്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു പ്രപഞ്ചത്തിൻ്റെ കൺട്രോളിലാണ്, അല്ലെങ്കിൽ സംരക്ഷണയിലാണ് ഞാൻ എന്നുള്ളൊരു ധാരണയിൽ നിങ്ങളൊരു വെള്ളപ്രകാശത്തെ സങ്കല്പിച്ച് അതിനുള്ളിൽ ആണ് ഞാനുള്ളത് എന്ന സങ്കല്പത്തിൽ നിങ്ങൾ പുറത്തു പോവുക ചെയ്യണം. കാരണം നിങ്ങളുടെ എനർജിയെ സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ വരുമ്പോഴത്തേക്കും നിങ്ങളാകെ എനർജി ലോസ് ആയിട്ട് വന്ന വഴിക്ക് ഇങ്ങനെ കിടന്നു പോകുന്ന പോലത്തെ എനർജി ലോസ് വരത്തില്ലേ? ചില ആളുകൾ എനർജി വാമ്പേഴ്സ് നിങ്ങളുടെ എനർജി സക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊന്നും സംഭവിക്കാതെ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ തലവേദന പോലുള്ള അസുഖങ്ങൾ, ഭയങ്കര ക്ഷീണം, അങ്ങനെയുള്ള പ്രശ്നമൊക്കെ വന്നാൽ പിന്നെ കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിപ്പോൾ ജോലിക്ക് പോയിട്ട് വരുന്നതായാലും ശരി, ആളുകൾക്കിടയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മദ്യപിക്കുന്ന സ്വഭാവമൊക്കെയുള്ള ആളുകൾക്ക് ഇന്ന് അതിനുള്ള വല്ലാത്ത അഡിക്ഷൻ ഉള്ളൊരു ടെൻഡൻസി ഉണ്ട്. ആ വഴി പോകരുത്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ആണ് ഇത്. ഒരു സ്പിരിച്വൽ ഫീമെയിൽ എനർജിയാണ്. നമ്മുടെ ഹീറോ ഓഫ് എൻഡിൻ്റെ കൗണ്ടർ പാർട്ടാണ്, ഫീമെയിൽ കൗണ്ടർ പാർട്ടാണ് ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത്. ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ളൊരു ഫീമെയിൽ എനർജിയാണ്. ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഇവർ ഹൈലി സ്പിരിച്വൽ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തികളെ കാണാനോ, ഒരു ലേഡി ഫിഗറാണ് കേട്ടോ, അവരെ നിങ്ങൾ കാണുകയോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുകയോ, ചിലപ്പോൾ വഴിയിലൊക്കെ വെച്ചായിരിക്കും ആരെങ്കിലും നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു തരിക, നിങ്ങളുടെ വലിയൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തരിക, അങ്ങനെ ആവാം. അല്ലെങ്കിൽ നിങ്ങൾ ഡെലിബറേറ്റ് ആയിട്ട് ഒരാളുടെ അടുത്ത്, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞതിന് പരിഹാരം എടുക്കുന്നതാവാം, ഒരു ഗൈഡൻസ് എടുക്കുന്നതാവാം. അത്തരത്തിലുള്ള എനർജി ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് ഇൻഡ്യൂഷൻ വളരെ കൂടുതലായിരിക്കും. വളരെ ശക്തമായ രീതിയിൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ശക്തമായ ഒരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ന് പുതിയൊരു കാര്യം പഠിക്കുന്നുണ്ടാവും, പുതിയ കാര്യം പഠിക്കുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് വെളിവാവാത്ത എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ, നിങ്ങൾക്ക് മുമ്പിൽ വെളിവാകാതിരുന്ന രഹസ്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്ന് വെളിവാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ദിവസം റിവീൽഡ് ആവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ ഒരിക്കലും എനിക്ക് ഇന്നയാളെ പൂർണ്ണമായും അറിയാം എന്ന് വിചാരിച്ചുകൊണ്ട് ആ ആളിലേക്ക് ഒരിക്കലും നമ്മൾ നമ്മുടെ രഹസ്യങ്ങളൊക്കെ പറയുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അടുപ്പോ നമ്മൾ പൂർണ്ണമായും 100% നമ്മൾ മറ്റൊരാളിലേക്ക് നമ്മളെ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താലുള്ള പ്രശ്നം, നാളെ ഒരു ദിവസം നമ്മൾ അവരോട് പറഞ്ഞ രഹസ്യങ്ങളെ ഓർത്ത് നമ്മൾ പേടിക്കേണ്ടി വരും. അതുപോലെ അവരെക്കുറിച്ചെല്ലാം അറിയാമെന്നൊരു ധാരണ ഒരിക്കലും നമ്മൾ വെക്കരുത്. ആ ആളുകളുടെ ഒരു വശം മാത്രമേ നമുക്കറിയുള്ളൂ. ഈ നമുക്കറിയാവുന്ന വശം അറിയാൻ മേലാത്ത മറ്റു വശങ്ങൾ അറിയാവുന്ന വേറെ ആളുകളുണ്ടാവും. അപ്പോൾ അവർ വന്നിട്ട് ഇയാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ചു. അപ്പോൾ അതുപോലെ ഉള്ള രഹസ്യങ്ങൾ, നമുക്കറിയാത്ത രഹസ്യങ്ങൾ, മറ്റുള്ളവരെ കുറിച്ചുള്ളതാവാം, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചാവാം, നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. കാരണം ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഞാൻ മനസ്സിലാക്കിയത് എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരിപ്പ്, ഒരു പേടിയുണ്ടല്ലോ, ആ ഒരു പേടി ചിലപ്പോൾ ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രഹസ്യങ്ങളൊക്കെ വെളിവാകുന്ന ദിവസം എന്നാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള എനർജി കാണുന്നുണ്ട്. ദെൻ കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിറയെ സ്നേഹം തോന്നും എല്ലാവരോടും, പക്ഷേ അത് സ്നേഹം ഉണ്ടെന്നേ ഉള്ളത് പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. വളരെ സ്നേഹമായിരിക്കും, പക്ഷേ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം വളരെ ടെർബുലൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരോടും ഉള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നില്ലായിരിക്കും. അത് ഉള്ളിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് എന്നുള്ളതെങ്കിൽ ശരിക്കും നിങ്ങൾ എന്നത് മാറ്റിയിട്ട് എല്ലാവരോടും സ്നേഹം കാണിക്കുക. കാരണം ഈ സ്നേഹം എന്ന് പറയുന്നത് അടുപ്പത്ത് വെച്ച് വേവിച്ച് തിന്നാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അത് മറ്റുള്ളവർക്ക് കൊടുത്താലേ തിരിച്ചും കിട്ടത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മറ്റുള്ളവരോടും കൂടെ സ്നേഹത്തിലും അനുഭാവപൂർവ്വം പെരുമാറണം എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ദിവസമാണ്. ഒരു കാർമിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്നതായിട്ടും റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചാരിറ്റ് നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിച്ച ജോലിയായിരിക്കാം. ഒരു യാത്രയുണ്ട്, നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നതായിരിക്കാം. അത്ര ഒരു എനർജി ഉണ്ട്. യാത്ര എന്തായാലും കാണുന്നുണ്ട്.
പിന്നെ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു പുതിയ സോൾമേറ്റ് ആണ് കേട്ടോ. ഇവിടെ ഒരു ഓൾറെഡി ഉണ്ടായിട്ട് സെപ്പറേറ്റ് ആയി പോയ ഒരു സോൾമേറ്റ് വരുന്നുണ്ട്. അതുപോലെ ഒരു പുതിയ സോൾമേറ്റ് നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പണം വരുമെന്ന് കാണുന്നുണ്ട്. മൊത്തത്തിലൊരു നല്ല ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, വഴക്കുണ്ടാക്കാൻ പോകരുത്. എവിടെയെങ്കിലും പോയാൽ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ എനർജി മറ്റുള്ളവർ നിങ്ങളുടെ എനർജി എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ടെംപ്റ്റേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് അകന്ന് നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു നല്ല റീഡിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും റെസണേറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യരുത്. ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് അതിനെ ക്യാൻസൽ ചെയ്തിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഏത് സാഹചര്യത്തിലാണോ നമ്മൾ നെഗറ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോഴാണോ നമുക്ക് പെട്ടെന്ന് പേടിയും ഭയവും അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റിയും സന്തോഷമില്ലായ്മ ഫീൽ ചെയ്യുന്ന, പെട്ടെന്ന് ആ മനുഷ്യനെ അടുത്ത് നമ്മൾ മാറിപ്പോവുക, അടുത്ത ഒരു സന്തോഷമുള്ളവരിടത്തേക്ക് മാറിപ്പോയി നിൽക്കുക. നമുക്ക് പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. അത്രയും ചെയ്താൽ മതി. പോസിറ്റീവ് ആയിരിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എന്നും വിചാരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ആദ്യം പറയണമെന്ന്. പിന്നെ ഞാൻ ഓർക്കും നിങ്ങൾക്ക് കേട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ മതി എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് പറയുന്നത്. ചില ദിവസമൊക്കെ ഞാൻ വിചാരിക്കും ആദ്യം പറയണമെന്ന്, പിന്നെ മറന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും കൂടെ ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. അപ്പോൾ ഇതാണ് റീഡിങ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.